എനിക്ക് അച്ഛനില്ല, അമ്മ മാത്രമുള്ള. അമ്മയാണ് ഞങ്ങളെ നോക്കണ്. അമ്മക്ക് ജയിലിൽ കിടന്നപ്പോൾ ഒറ്റയ്ക്കായിരുന്നു. എൻ്റെ പേര് മാധവി. ഒളകരയാണ് ഞങ്ങളുടെ സ്ഥലം. ഈ ഊരിലെ മൂപ്പത്തിയാണ് ഞാൻ. ഒളകര മനസ്സിലൊരു തീയായിരുന്നു. 10 വർഷക്കാലം മുമ്പ് മത്സരിക്കാൻ വരുമ്പോൾ മാത്രമല്ല, 96 മുതൽ ഞാൻ ഈ മണ്ഡലത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് മാറി മാറി വരുന്ന സ്ഥാനാർത്ഥികളോടൊപ്പം ഒക്കെ പല ഘട്ടത്തിലും ഒളകര പോയിട്ടുണ്ട്. പീച്ചി ഡാമിൻ്റെ നിർമ്മാണ മേഖലയിൽ ഓരത്തു നിന്ന് മാറ്റി പായിപ്പിച്ച ആദിവാസികളായ നല്ല മനുഷ്യരാണ് അവർ. അവർക്ക് പക്ഷേ പട്ടയമില്ലെന്ന് മാത്രമല്ല, കൈവശാവകാശ രേഖയില്ലെന്ന് മാത്രമല്ല, വർഷങ്ങളോളം നിൽക്കുന്നൊരു വിള പോലും ചെയ്താൽ ഫോറസ്റ്റുകാർ തിന്നിങ് നടത്തി അതെല്ലാം നശിപ്പിക്കും എന്നായിരുന്നു അവരുടെ പ്രശ്നം. അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ കൃഷി ഇറക്കിയിരുന്നതാണ്. പക്ഷേ ഈ ജെൻഡേഡിൽ വന്നില്ലേ കേന്ദ്ര ഗവൺമെൻറ്റിൽ, അപ്പോഴാണ് ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയത്. നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞിട്ട് കൈവിട്ടു പോകുമ്പോഴൊരു വിഷമല്ലേ, അത് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. ഒരു രേഖയില്ലാത്ത ഭൂമിയാണ്. ഒട്ടനവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. കുറേ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ആടുകളെ വളർത്താൻ ST ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്ത ഒരു പദ്ധതിയുടെ ഭാഗമായി താൽക്കാലിക കൂടുകൾ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഒരു തവണ വന്ന് അവരെ ആക്രമിക്കുകയും അവരുടെ വലുതായി തുടങ്ങിയ ചെടികളൊക്കെ നശിപ്പിക്കുകയും ചെയ്തു. മന്ത്രിരാജ MLA ആവണ സമയത്ത് ആവാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഞാൻ ചരിത്രം പറയുകയാണ് കേട്ടോ. 10 വർഷത്തിൻ്റെ ഉള്ളിലുള്ള ചരിത്രം, അതിക്ക് മുന്നിലേക്ക് ഞാൻ പോകണില്ല. അപ്പോൾ മന്ത്രി രാജൻ വന്നിട്ട് പറഞ്ഞു, ചേച്ചി വോട്ട് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ സമരം ഇങ്ങനെ നല്ല മൂർധാവിലായിക്കൊണ്ടിരിക്കുന്ന സമയം, വോട്ട് ഞങ്ങൾ ഇനി ചെയ്യണില്ല എന്ന് പറഞ്ഞു. വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ തന്നെ പറഞ്ഞത്, അത് സാറ് ഇപ്പോഴും പറയും. ഞാൻ അന്ന് അങ്ങനെ ഒരു വാക്കും പറഞ്ഞു, പരുഷമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആരോടും പറയാറില്ല. കാടിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ആദിവാസി ഊരിൽ എത്ര തവണ പോയി എന്ന് എനിക്ക് പോലും അറിയില്ല. അത്ര തവണ ഞാൻ അവിടെ പോയിട്ടുണ്ട്. തുടർച്ചയായിട്ടുള്ളൊരു യുദ്ധം തന്നെയായിരുന്നു. ജയിച്ച ആള് MLA സ്ഥാനം ഏറ്റെടുത്തിട്ട് ആള് ഒരു മണ്ഡലത്തിൽ ആദ്യം വന്ന് ഞങ്ങളുടെ ഊരില്ല. അന്ന് കഠിന പ്രയത്നം എടുത്തു, എങ്ങനെയും അവർക്ക് ഈ രേഖ കൈമാറി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് വരും, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. ബഹുമാനപ്പെട്ട രാജേട്ടൻ ഇടപെട്ടുകൊണ്ട് ഈ ഭൂമി ഞങ്ങൾക്ക് തരുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. 1.5 ഏക്കർ ഭൂമിയുടെ അവകാശികളാണ് ഇന്ന് ഒളകരയിലെ ആദിവാസി ഊരിലെ മനുഷ്യരായിട്ടുള്ള ആ കുടുംബാംഗങ്ങൾ. 44 കുടുംബത്തിനും 1.5 ഏക്കർ ഭൂമി കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് വീട് നാന്ത ഇവിടെ താമസിക്കരുത് നാന്ത. ഭയങ്കര വിഷമമുണ്ട് എനിക്ക്. ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. ഇത് മൊത്തം ഏകദേശം 66 ഏക്കർ ഭൂമി ഉണ്ട് ഞങ്ങൾക്ക്. ആ സ്ഥലങ്ങളിലേക്കുള്ള വഴി, നമ്മൾ സഞ്ചരിക്കുന്ന വഴി നമുക്കറിയാം. കണ്ട സങ്കടം തോന്നും. അവിടെ നിന്നൊരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് പോലും പോകാൻ പറ്റില്ല. ഫോറസ്റ്റിൽ നിന്ന് അനുവാദം മേടിച്ചു. അപ്പം പണമില്ല. ബഡ്ജറ്റിൽ 3 കോടി രൂപ മാറ്റിവെച്ചു. രാജേട്ടനഞ്ഞി കൈവിടുന്ന പരിപാടിയില്ല. അവിടെ വീടില്ലാത്ത മുഴുവൻ പേർക്കും സാമൂഹിക സംഘടനകളെ കൂടി CSR ഫണ്ടുകളെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വീടെന്ന സങ്കല്പത്തിലേക്ക് കടക്കാനും കഴിയും. ഞാൻ എപ്പോഴും പറയും, 2300-ലേറെ കോടി രൂപയുടെ വികസനം നടത്തിയ ഒല്ലൂർ മണ്ഡലത്തിൽ ഏറ്റവും ഹൃദയത്തിൽ തൊട്ട വികസനം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ സ്കൂളുകളോ പാലങ്ങളോ റോഡുകളോ വലിയ വലിയ നിർമ്മിതികളോ ആയിരിക്കില്ല ഞാൻ മറുപടി പറയുക. എൻ്റെ ജീവിതത്തിൽ ഹൃദയത്തിൽ തൊട്ട ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള മനസ്സിൽ തട്ടുന്ന വികസനം ഒളകരയിലെ പാവപ്പെട്ട എൻ്റെ അമ്മമാർക്കും കുടുംബാംഗങ്ങൾക്കും 1.5 ഏക്കർ ഭൂമി കൊടുത്തു എന്നുള്ളതാണ്. ഇപ്പം ആ ദുഃഖമൊക്കെ മാറി ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. ഉണരുന്നു പുതിയൊരു പുലരി.